സമയത്താണ് ഞാൻ ശോഭനമ്മയുമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ വന്ന് എനിക്ക് സാധനങ്ങളൊക്കെ തന്നു. ആ സമയത്താണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഈ ബയോട്ടോറി എന്നൊരു ഉൽപ്പന്നം വന്നിട്ടുണ്ട് ടീച്ചറെ, ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നോന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൊ അവളതിനെ കുറിച്ച് എല്ലാം വിശദീകരിച്ച് എനിക്ക് തന്നു. പിറ്റേന്ന് തന്നെ ഞാൻ ആ ഒരു ഓക്കെ പറഞ്ഞു, നമുക്കൊന്ന് നോക്കാം കാര്യം. കാരണം എനിക്ക് ഇതിനെ കുറിച്ച് ഈ MLM കുറിച്ച് എനിക്ക് യാതൊരു അറിവും ഇല്ലായിരുന്നു. അപ്പൊ ഈ ശോഭനാമ്മ അടുത്തോട്ട് പറഞ്ഞ റെഡിക്ക് തന്നെ പിറ്റേന്ന് തന്നെ, പിന്നീട് താമസിപ്പിക്കാനൊന്നുമില്ല, പിറ്റേന്ന് നമ്മൾ വീട്ടിൽ വന്ന് എനിക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാം ഞാൻ എന്റെ വീടിനടുത്തുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ ഇവിടെ കൂട്ടി അവരതിനെ കുറിച്ച് എല്ലാം വിശദീകരിച്ചു തന്ന് വന്ന് വാങ്ങിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അവരെന്ത് ചെയ്തേക്കുന്നു, കാറിനകത്ത് ഈ പ്രൊഡക്റ്റുമായിട്ട് വന്നു. പിന്നെ മേടിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം എനിക്ക് ഇപ്പോഴാണ് അതിനെ കുറിച്ച് മനസ്സിലായത്. കാരണം വെച്ചാൽ അവര് ഞാൻ വേണമെന്ന് പറഞ്ഞു പിറ്റേന്ന് തന്നെ ഇവിടെ എത്തിച്ചതിന്റെ ഗുഡൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ. അതില് ബിസിനസ് ട്രിക്ക് ഇപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ച് മനസ്സിലായത് കേട്ടോ. അങ്ങനെ അവരത് കൊണ്ടുതന്നു, ഞാനത് ഉപയോഗിക്കാനും തുടങ്ങി. ആദ്യം ഇവര് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, ശ്രീചിത്രയിലായിരുന്നു ചികിത്സയൊക്കെ നടത്തിയിരുന്നത്. 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് തലയ്ക്ക്. നല്ലൊരു 10-12 വർഷമൊക്കെ ജീവിച്ചു കേട്ടോ. അങ്ങനെ 2014 പുള്ളി മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് 2 വർഷം കൂടെ എനിക്ക് സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാലക്കാടും എൻ്റെ നാട് കോഴിക്കോടുമാണ്. അപ്പൊ 2 വർഷം കൂടെ സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞത് കിട്ടാറേ ഇല്ല. ഞാൻ ഈ ജനലിലൂടെ വെളിയിലോട്ട് നോക്കി കിടക്കുന്നല്ലാതെ നേരം 4 മണിയൊക്കെ ആവുന്ന സമയത്താണ് എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുക. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞ നല്ല ഉറക്കം കിട്ടും എന്നൊക്കെയാ പറഞ്ഞത്. ഞാനും ആ ഒരു പുതിയാണ് ഞാൻ മേടിക്കണേ. കാരണം വെച്ചാൽ എനിക്കൊന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. ആ ഉറക്കം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം എനിക്ക് പ്രഷറും കൊളസ്ട്രോളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനിത് ഉപയോഗിച്ചു. ആദ്യത്തെ ദിവസം കിടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ മരിച്ചുറങ്ങിപ്പോകും എന്ന് വിചാരിച്ചു. എവിടെ, എനിക്ക് ഉറക്കമൊന്നും കിട്ടിയില്ല. 2ാമത്തെ ദിവസവും പോയി കിടന്നു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കിടക്കുന്നു എന്നല്ലാതെ എനിക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ കിടന്ന് 4ാമത്തെ ദിവസമാണ് എനിക്ക് ഉറക്കം കിട്ടുന്നത്. ആ 4ാമത്തെ ദിവസം എങ്ങനെ ഉറങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്താ മരിച്ചുറങ്ങുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലുള്ള ഉറക്കമായിരുന്നു, ഡീപ് സ്ലീപ്പർ. ഒന്നും അറിഞ്ഞില്ല. നേരം വെളുപ്പിന് 5-5:30 ആയപ്പോ നല്ലപോലെ ഉണർന്ന് നല്ല ഉന്മേഷത്തോടുകൂടി എണീറ്റ് വന്നു. അന്ന് തൊട്ടാണ് എനിക്കിത് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് നല്ലപോലെ പോയി വെള്ളം നല്ലപോലെ കുടിക്കുകയായിരുന്നു. നേരത്തെ വെള്ളം കുടിക്കുന്ന ടൈപ്പാണ്, വെള്ളം നല്ലപോലെ കുടിക്കും. ഇത് അവരെ പറഞ്ഞു തന്നതുപോലെ അതേ രീതിയിൽ തന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച് എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. 2011 തുടങ്ങിയ പ്രഷറാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിന് 2010 ഓപ്പറേഷൻ, 11. അപ്പൊ ആ ഓപ്പറേഷൻ സമയത്ത് ശ്രീചിത്രയിലായിരുന്നു, തിരുവനന്തപുരം. വെളിയിലിരിക്കുന്ന ഓപ്പറേഷൻ സമയത്ത് വെളിയിലിരിക്കുമ്പം ആ ഉള്ള അനുഭവം എനിക്കത് ഓർക്കാനേ ഞാനത് ഓർക്കാറേ ഇല്ല ഇപ്പം. അങ്ങനെ ആദ്യ പിടിച്ച് എനിക്ക് പ്രഷർ വന്നു പോയതാ. അങ്ങനെ കുറെ നാളൊക്കെ ഗുളിക കഴിക്കണ്ട എന്ന് തോന്നി. പക്ഷെ ഒരു രക്ഷയില്ല. ഡോക്ടർ പറഞ്ഞു ഇനി ഗുളിക കഴിക്കണം, ഇച്ചിരി അല്ലാണ്ട് നിർത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2011 തുടങ്ങിയ ഗുളികയാണ്. അങ്ങനെ ഞാനിത് ഉപയോഗിച്ചൊരു 3-4 മാസമൊക്കെ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടേയിരുന്നു. പ്രഷറൊക്കെ ചെക്ക് ചെയ്തോണ്ട് എനിക്ക് പ്രഷർ കുറയുന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നോക്കി ഏതായാലും ഇത് കുറയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെസ്റ്റ് ചെയ്തപ്പോ ഈ പ്രഷറിന് നല്ല കുറവുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഗുളിക നിർത്തിയില്ല. എന്നാലും ഞാൻ ഒരു കരുതലിന് വേണ്ടി ഗുളിക കയ്യിൽ മേടിച്ചേക്കും. ഇപ്പൊ ഒരു 15 മാസത്തോളായി ഞാൻ ഗുളിക നിർത്തിയിട്ട്. ഇപ്പൊ ഒരു ഗുളികയും ഇല്ല, പ്രഷറിനും ഇല്ല, കൊളസ്ട്രോളിനും ഇല്ല, ഷുഗർ പിന്നെ എനിക്കില്ല. പിന്നെ അതുപോലെ എല്ലാ വേദനകളും എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. നൊണ്ടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കാരണം മുട്ടുവേദനയ്ക്ക് തേയ്മാനായിരുന്നു. ഇനി ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല മുട്ടുവേദനയായിട്ട്.
അലോപ്പതി ഒരുപാട് കഴിച്ചു കഴിഞ്ഞ് കിഴിച്ചില് കിഴി കുത്തല് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നു. പിന്നെ നീ പെയിൻ ഉണ്ടായിരുന്നു, പിന്നെ നെക്ക് പെയിൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വേദന തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു വേദനയില്ല കേട്ടോ. കാരണം ഞാനിതങ്ങ് മറന്നുപോയതുപോലെ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഞാനിതങ്ങ് മറന്നുപോയതുപോലെയാണ് എന്നെ സംബന്ധിച്ചോളം. കാരണം പലയിടത്തുള്ള വേദന ചിലപ്പോ മുറ്റടിക്കുമ്പോഴായിരിക്കും എനിക്കിപ്പം ബാക്ക് പെയിൻ ഒന്നും ഇല്ലല്ലോ, മറ്റേ എനിക്ക് മുറ്റടിക്കാനൊന്നും പറ്റുകയില്ലായിരുന്നു. അപ്പൊ ഈ മുറ്റടിക്കുമ്പോ ഇപ്പൊ ബാക്ക് പെയിൻ ഒന്നും തോന്നില്ല. അപ്പൊ ഒരു വേദന ഇപ്പൊ തോന്നില്ല. ഇപ്പൊ ഞാൻ നല്ല ഉഷാറാണ്. എവിടെ പോവാനും കുഞ്ഞുങ്ങളെ എടുത്ത് നടക്കാനും ഒക്കെ നല്ല ഉഷാറാണ്. പിന്നെ എനിക്ക് 2 പേരക്കുട്ടികളെ നോക്കാനുണ്ട്. ഞാനിത് ആദ്യമേ തന്നെ ഐഡിയ അടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്കിത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ്സിനൊന്നും വരാൻ പറ്റില്ല. കാരണം എന്റെ സാഹചര്യം അങ്ങനെയാണ്. പിന്നെ അതുമല്ല, പ്രായമായില്ലേ, ഇനി എന്നെ ഇവിടുന്ന് വെളിയിലേക്ക് വിടുമ്പോഴൊക്കെ എല്ലാവരും എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ബിസിനസ്സിനൊന്നും ഞാൻ വരുന്നില്ല. ഞാനിത് പറയാം, എല്ലാവരുടെ അടുത്തും പറയാം. അപ്പൊ എന്നോട് സത്യൻ സാർ പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ചെയ്യും, ടീച്ചർ ഇത് ഉപയോഗിച്ച് നോക്കും, ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ടീച്ചറിന് കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ കുടുംബത്തിൽ തന്നെ ആദ്യം പറയും. കാരണം എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പൊ ടീച്ചർ കുടുംബത്തിൽ തന്നെ പറഞ്ഞോളൂ. എന്നിട്ട് അവര് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പതുക്കെ ഫ്രണ്ട്സിനോടും പിന്നെ പുറത്തേക്കും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് പ്രകാരം ഞാനും ചെയ്തു. എന്റെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് കൈവേദനയായിരുന്നു. കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കായിരുന്നു, വലത്തെ കൈ. ചേച്ചി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല കൈ കൊണ്ട്. ബ്ലൗസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ കുറെ നാൾ എല്ലാ ചികിത്സകളും നടത്തി. അവര് അലോപ്പതിന് ഉസ്താദാണല്ലോ. അപ്പൊ അവര് എല്ലാ ചികിത്സകളും നടത്തി ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പം ഇനി ഓപ്പറേഷനെ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ മിംസില് ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. അപ്പോഴാണ്, അതിന്റെ 1 മാസം മുൻപാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി. കാരണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാലോ, ഉപയോഗിച്ച് നോക്കുക. വെറുതെ ചെയ്തില്ലാത്ത കാര്യമില്ല. ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയും ചെയ്യല്ലോ, അപ്പൊ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ചേച്ചിയുടെ അടുത്ത് കൊണ്ടുകൊടുത്തു. ചേച്ചിക്ക് നല്ല വിശ്വാസമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാ ഇത് മാറാൻ പോണേ, ഇത്രയും വലിയൊരു രോഗം നിന്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാ മാറും. നേരം വിളിക്കുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം സമയം എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോ ആ യോഗയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം മാറ്റി വെക്കണം. ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ സാധാരണഗതിയിൽ രാത്രി പോയി കിടക്കുന്നു, രാവിലെ എണീക്കുന്നു, വെള്ളം കുടിക്കുന്നു. സാധാരണഗതിയിൽ എല്ലാവരും വെള്ളം കുടിക്കാറില്ലേ? നമ്മുടെ വെയിറ്റിനനുസരിച്ച് ഒരു 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം നമ്മൾ തോതിൽ കുടിക്കണം WHO തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചേതല്ലാത്ത കാര്യമാണ് നമ്മൾ ഈ കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുക എന്നുള്ളത്. ആ കയ്യും കെട്ടിക്കൊണ്ട് നടന്നാൽ പിന്നെ എന്താ നഷ്ടം? ആർക്കൊന്നും വരാൻ പോകുന്നില്ല. കയ്യും കെട്ടിയാൽ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുമായിരിക്കുമോ ഇതെന്താണ് കെട്ടി നടക്കുന്നത്. അപ്പൊ നമുക്ക് അഭിമാനപൂർവ്വം പറയാം, നമ്മുടെ രോഗം മാറ്റാനുള്ള ഒരു കാര്യം. ഞാനൊക്കെ കല്യാണത്തിനും സകല കാര്യങ്ങൾക്കും ഞാൻ കെട്ടിക്കൊണ്ട് പോകാറുണ്ട്. എന്നോട് ചോദിക്കാൻ ഇതെന്താ ടീച്ചർ ഇതെന്ന് ചോദിക്കും. ഞാൻ പറയും, ഇത് എന്റെ ആരോഗ്യമാണ്, നിങ്ങൾക്ക് ഇത് രസിച്ചില്ലെങ്കിൽ വേണ്ട, എന്റെ ആരോഗ്യമാണ് എനിക്ക് വരും എന്നും പറഞ്ഞ് ഞാൻ അവരോട് തട്ടിക്കേറി വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവര് ചേച്ചി ഇത് കൊണ്ടുകൊടുത്ത് ചേച്ചി ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്ത് തന്നെയാണെങ്കിലും പുള്ളി ഇത് അംഗീകരിച്ചു തരില്ല. അസുഖം മാറിയാലും മാറി എന്ന് പറയില്ല, അല്ലെങ്കിൽ കുറവുണ്ട് എന്നുള്ളത് പറയില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. വിളിച്ച് ഒരു ദിവസം എന്താ ഫോൺ എടുക്കാൻ വൈകിയേ, ബെല്ലടിച്ചിട്ടും പുള്ളി എടുക്കുന്നേ ഇല്ല. അപ്പൊ ഞാൻ എന്താ ഫോൺ എടുക്കാൻ വൈകിയേ? അത് ഞാന് ടോയ്ലറ്റ് വൃത്തിയാക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഈ ടോയ്ലറ്റ് വൃത്തിയാണെങ്കിൽ വലത്തേ കൈക്കാണ് വേദന. ടോയ്ലറ്റ് വൃത്തിയാക്കണമെങ്കിൽ 2 കൈയില്ലാതെ പറ്റില്ലല്ലോ. എന്താ ടോയ്ലറ്റ് വൃത്തിയാക്കണേ? അവിടെ ആരുമില്ല, വേറെ ആരുമില്ല, അവരൊക്കെ ഇവിടെ പോയി എന്ന് ചോദിച്ചു. അല്ല, അവരൊക്കെ പോയി. ചേച്ചിക്ക് ഒരു മോളെയുണ്ട്, മോള് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും പോയി. ചേട്ടൻ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റോർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ അവരൊക്കെ പോയി എന്ന് പറഞ്ഞു, വെളിയിലോട്ട് പോയി. മോള് ബാങ്കിലും പോയി, ചേട്ടൻ വെളിയിലോട്ടും പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ സാധനം പ്രവർത്തിക്കാൻ തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചു ഞാൻ. അല്ല, നിങ്ങളിപ്പോ ഈ ശരി. അപ്പൊ അന്ന് അങ്ങനെ കഴിഞ്ഞ് വേറൊരു ദിവസം ഇതുപോലെ ഞാനിങ്ങനെ വിളിച്ചപ്പം പറഞ്ഞു, ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കടിയെന്ന് പറഞ്ഞു. ചപ്പാത്തിക്ക് മാവ് കുഴക്കണേ എന്തായാലും ഇടത്തെ കൈ കൊണ്ട് എന്തായാലും കുഴക്കില്ല. അപ്പൊ വലത്തെ കൈ കൊണ്ട് തരികയാണ് എനിക്ക്. അങ്ങനെ എനിക്ക് കുറെ കഴിഞ്ഞ് ഞാനിപ്പോ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ സെപ്റ്റംബർ മാസം 28-ാം തീയതി വന്നാൽ 2 വർഷം പറയും. അപ്പൊ ചേച്ചിക്കും കൊടുത്തു കഴിഞ്ഞിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞു.
ഇപ്പൊ ആള് നല്ല ഉഷാറായിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞ ഒരു കല്യാണത്തിന് പോകില്ല. പിന്നെ കാപ്പാട് കൊയിലാണ്ടിയാണ് താമസിക്കുന്നത്, കാപ്പാട് ബീച്ചിനടുത്താണ്. അവരൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ബീച്ചിൽ പോകുമ്പോൾ പുള്ളിയെ മാത്രം കൊണ്ടുപോകില്ല, കാരണം നടക്കാൻ പറ്റില്ല. 74 വയസ്സായി, നടക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ പുള്ളിയാണ് ഏറ്റവും മുന്നിൽ കയറിക്കുക. അങ്ങനെ ഇപ്പൊ എല്ലാ കല്യാണങ്ങൾക്കും പോകുന്നു, ബീച്ചിൽ പോകുന്നു, സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നു, അങ്ങനെ സകലമായ കാര്യങ്ങൾക്കും പുള്ളി മുന്നിലുണ്ട്. ഇപ്പൊ എന്നോട് ഇന്നാളി പറയാം, ഞാൻ ഇനി എല്ലായിടത്തും പോകൂടി, എന്തിനാ വെറുതെ വീട്ടിലിരിക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നില്ലേ, അത് ഞാനല്ലേ കാരണക്കാരി. ഇപ്പൊ ഓപ്പറേഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ അവിടെ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശോഭന മേഡം, സത്യ സാറും എല്ലാം കൂടെ എന്നോട് പറഞ്ഞ് നമുക്കൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം ടീച്ചറെന്ന്. അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു 2 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ മീറ്റിംഗ് അവിടെ കെട്ടാങ്ങലാണ് മീറ്റിംഗ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നത്. എന്റെ ആദ്യ മീറ്റിംഗ് ആണ്. ഞാൻ ഇതിനകത്ത് വന്നിട്ട് എന്റെ ആദ്യ മീറ്റിംഗ് ആണ്. കെട്ടാങ്ങൽ ഒരു ഹോട്ടലില് വെച്ചായിരുന്നു. അപ്പൊ അന്ന് അവിടെ നമ്മുടെ ലീഡേഴ്സ് ബിജു സാറുണ്ട്, സെബാസ്റ്റ്യൻ സാറുണ്ട്, ബാക്കിയുള്ള സത്യ സാർ, അങ്ങനെയുള്ള എല്ലാവരും, ഞാൻ ഒരുവിധ ആൾക്കാർ ഒരു 10-18 പേരോ കളിക്കുന്ന കളിയിലേ ഉള്ളൂ. അപ്പോ അത് അധ്യാപനം ഞാൻ സ്കൂള് വീട് എന്നുള്ള തോതിലാണ്. കാരണം പിള്ളേരെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ സ്പോർട്സിനും പിന്നെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കൊണ്ടുപോകുന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളൂ, അല്ലാതുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അങ്ങനെ ഈ മീറ്റിങ്ങിന് ചെന്നപ്പോ സബാസ് സാറാണ് മീറ്റിംഗ് ആയി. അപ്പൊ സബാസ് സാർ പറയുന്നത് കേട്ടാല്, ഞാന് PSC കിട്ടി, KSRTCയിലെ ഡ്രൈവറായിട്ട് എനിക്ക് PSC ജോലി കിട്ടിയിരുന്നു. ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. എനിക്കപ്പോ തോന്നി, ഇതെന്താ ഈ സാറിന് വട്ടോ? ഒരു PSC കിട്ടിയിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഇതിനകത്തേക്ക് വരികയെന്ന് പറഞ്ഞാല്, എന്റെ ദൈവമേ, എത്ര പേരാണ്. എന്റെ മരുമോള് തന്നെ PSCക്ക് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്, ജോലി കിട്ടുന്നതിന് വേണ്ടി. ഞാൻ വിചാരിച്ചു, ഒരു ജോലി കിട്ടാൻ ഇത്രയൊക്കെ വിഷമമുള്ള ഈ സമയത്ത് എങ്ങനെയാ ഒരു ജോലിയൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? റിസൈൻ ചെയ്ത് ഇതിനകത്തേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊപ്പം അതിമാത്രമൊക്കെ കിട്ടൂ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച്. പിന്നെ പറഞ്ഞു അവിടെ സാറിന് ഇതുപോലെ ലക്ഷങ്ങളായിട്ടില്ല, കുറച്ച് 2, 3, 4 ഒക്കെ ആയിട്ട് ഉള്ളൂ. എനിക്ക് അത്രയൊന്നും ഓർമ്മ വരുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനും വിചാരിച്ചു ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, അത് കാര്യം ശരി തന്നെയാണ്, എന്നിരിക്കട്ടെ എന്നങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ ഇത് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്റെ കുടുംബത്തിൽ തന്നെ പലരും ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഐഡിയ അടിക്കാനുണ്ട്, അതിന് ആളെ കിട്ടണ്ടേ? കാരണം ഞാനീ കൊടുക്കുന്നവരാരും എന്ത് ചെയ്യുന്നില്ല, ഒക്കെ പ്രായമായവരാണ്, അവർക്കൊന്നും ഐഡിയ വേണ്ട, ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ സത്യൻ സാർ എവിടുന്നൊക്കെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചോണ്ട് വന്ന് 5-6 ആൾക്കാരെ അങ്ങനെ പുറത്തു നിന്നാണ് ചേർത്തിയത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, പലരുടെയും വെറുതെ പുറത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്ന എന്തിനാ, നമ്മുടെ ആൾക്കാരെ തന്നെ ഇതിനകത്ത് പിടിച്ച് ചേർത്തിട്ടൂടെ? അങ്ങനെ ഞാൻ എന്റെ മോന്റെ പേരിൽ ഐഡിയ അടിച്ചു, എന്റെ മരുമോളുടെ പേരിലും ഐഡിയ അടിച്ചു. അങ്ങനെ എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിജു സാറ് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് വന്നിട്ട് എന്റെ മോനും മരുമോൾക്കും എനിക്കും ഒക്കെ അതിനെ കുറിച്ച് പറഞ്ഞു തന്നു, ആ ബിസിനസിനെ കുറിച്ചൊക്കെ പറഞ്ഞ്. എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചെന്ന ഏതായാലും ഇറങ്ങാം നമുക്ക് എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ പുതുക്കോട് എന്നുള്ള സ്ഥലമാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് അപ്പൊ ഇന്നലെ പാലക്കാട് മീറ്റിങ്ങിലുണ്ടായിരുന്നു. ആ ജയകുമാർ ടാക്സി ഓടുന്ന ആളാണ്. ഒരു ദിവസം ആളെയും കൊണ്ട് പോയ സമയത്ത് പാലായിലെങ്ങാണ്ട് എത്തിയപ്പം ഭയങ്കരമായിട്ട് പ്രഷർ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ എത്തിയെന്നു പറഞ്ഞു. അങ്ങനെ ആ വിവരം എൻ്റെ അടുത്ത് അയാളുടെ ഭാര്യ പറഞ്ഞപ്പോ ഞാനിവിടുന്ന് എന്ത് ചെയ്തു, പ്രഷറിനൊക്കെ ഇത് നല്ലതല്ലേ, എനിക്ക് അനുഭവം ഉണ്ടല്ലോ, അപ്പൊ ഞാനിത് കൊണ്ടുകൊടുക്കാന്ന് വിചാരിച്ചു. ഒരു പ്രൊഡക്റ്റ് ഞാൻ അവിടെ കൊണ്ടുകൊടുത്തു, ഒരു ഫാമിലി പാക്ക് തന്നെ ഞാൻ അവിടെ കൊണ്ടുകൊടുത്ത് അവർ 2 പേരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പുള്ളിയുടെ ഭാര്യയാണെങ്കിൽ ആ ഭാര്യ എന്നൊക്കെ നമ്മുടെ കൂടെ വരും, അവരുടെ അനുഭവങ്ങൾ പറയും. അപ്പൊ അവർക്കും ഇതൊരു നല്ലതായിട്ട് തോന്നി, അവർ തന്നെ ഉപയോഗിച്ചു തുടങ്ങി, പ്രഷറൊക്കെ നോർമൽ ആകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുക ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പൊ അവരിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അപ്പൊ എന്നോട് പറയും, ടീച്ചറെ ഞങ്ങൾക്ക് ടീച്ചർ എന്തായാലും ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 4-5 പ്രൊഡക്റ്റ് കൂടെ കൊണ്ടുവരും, ഞാൻ ഇവിടുന്ന് കൊടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത്
പ്രൊഡക്റ്റ് ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവര് കൊടുക്കുന്നവരും എന്നെ പോലെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ആരും ബിസിനസ്സിലേക്ക് വരുന്നവരില്ല. അതാണ് എന്റെ ഏറ്റവും വലിയൊരു പരാജയം. അതാണ്. പ്രഭാസ് സാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്നെ വഴക്ക് പറയും. കാരണം സാറ് പറയുന്നത് അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്നല്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. ഒരു മീറ്റിങ്ങിലേക്കൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഇവിടെ മീറ്റിങ്ങിന്റെ സമയത്ത് ഈ ഗ്രൂപ്പിൽ വിളിച്ച് പറയാറുണ്ട്, ഓരോ ലീഡേഴ്സും എത്ര ആൾക്കാരെ കൊണ്ടുവരും, അതിന്റെ ഒരു ഹൃദയം കൂടും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആരെയും കൊണ്ടുവരാനില്ല. കാരണം ഞാൻ മാത്രമല്ല, ഞാനൊരു ഒറ്റയാൾ പട്ടാളാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എനിക്ക് ആരും ഇല്ല. കാരണം ആരും വിളിച്ചാൽ വരില്ല. നിങ്ങളൊന്ന് വരും, ഒരു പ്രാവശ്യം വന്നാൽ മതി. നിങ്ങൾ ആ കോഴിക്കോട്ടുള്ള മീറ്റിംഗ് ഒരു പ്രാവശ്യം കേട്ടാൽ മതി എന്ന് ഞാൻ പറയും. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് ഊർജം കൂടി പിന്നെ വീണ്ടും വീണ്ടും വരട്ടെ എന്നുള്ള പോസ്റ്റിലാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ അവരാരും വരില്ല. അപ്പൊ എപ്പോ ചോദിച്ചാലും ആരെയും കിട്ടാത്തത് കൊണ്ട് എനിക്ക് തന്നെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഭയങ്കര ഒരു വിഷമാണ്. കാരണം എനിക്ക് ആരെയും കൊണ്ടുവരാനില്ലല്ലോ, എന്റെ കൂടെ ആരും വരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അങ്ങനെ ആ ഒരു പോസ്റ്റിലാണ് ഞാൻ ഇപ്പോഴും തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നതുപോലെ ഇന്നലെ പാലക്കാട് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, ആരും വിളിച്ചിട്ട് വരാൻ. എല്ലാവർക്കും സാധനം നല്ലതാണ്, പൈസ ഒക്കെ വേണം. പൈസ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും പൈസ വേണം. പക്ഷെ ആർക്കും മീറ്റിങ്ങിൽ പങ്കെടുക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പാലക്കാട് അവര് മുഖാന്തരം കുറെ കൊടുത്തപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ സത്യസാറിനെ ബുദ്ധിമുട്ടിക്കും. കാരണം കൊറിയർ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ സത്യസാറും ഭാവിതാമേട്ടും ഒക്കെയാണ്. എല്ലാരെയും വിളിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിന്ന് ഒരു ഫ്രാഞ്ചൈസി തുടങ്ങും, എന്നാ പിന്നെ അവിടെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കാമല്ലോ. ഞാൻ ഇവിടുന്ന് എത്ര ഇഷ്ടം കൊണ്ടുതരാം, എനിക്കൊക്കെ പാടല്ലേ. കാറ് കൊണ്ട് പോകുന്ന സമയത്ത് മാത്രമേ കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള പറഞ്ഞൊരു ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള കാര്യത്തിലേക്ക് എത്തി. അങ്ങനെ ഫ്രാഞ്ചൈസി ഒക്കെ തുറന്ന് ഉദ്ഘാടനം കഴിഞ്ഞൊന്നും ഷംന മേഡത്തിന് വരാൻ പറ്റിയില്ല. ഷംന മേഡത്തിനെയാണ് അവിടേക്ക് ഏത് മീറ്റിങ്ങിന് പറഞ്ഞാലും ഷംന മേഡത്തെ കൊണ്ടുവന്നിട്ട് ടീച്ചറെ എന്ന് പറയും എന്നോട്. അപ്പൊ ഒരു ദിവസം ഇതുപോലെ പറഞ്ഞ് സെബാസ്റ്റ്യൻ സാറിനെ ഞങ്ങൾ കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സെബാസ്റ്റ്യൻ സാർ വരുമ്പോഴത്തേക്കും നമുക്ക് മീറ്റിങ്ങിന് ആളെ കിട്ടണ്ടേ, ആൾക്കാർ വരണ്ടേ. അപ്പൊ ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സാറ് അത്രയും ദൂരത്ത് നിന്ന് ഇത്രയും വണ്ടി ഓടിച്ച് ഞങ്ങളെ മീറ്റിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സാറ് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് എന്താ പറയാ, നമ്മൾ വിചാരിച്ച അത്രയും ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ എന്നാലും സാറ് നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചർ പേടിക്കൊന്നും വേണ്ട, അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നല്ല നല്ല ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ടീച്ചർ രക്ഷപ്പെടും, പേടിക്കൊന്നും വേണ്ട. അന്ന് ഞാൻ സാറിന്റെ കൂടെ കാറില് കോഴിക്കോട്ടേക്ക് തിരിച്ചു വന്നു. പാലക്കാട് ഞാനും സത്യസാറും ഭാവിതാമേടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാറന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ അന്ന് എനിക്ക് നല്ലൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നേരെ മാറ്റി മറിച്ചിരിക്കുകയാണ്. അവർക്കൊന്നും താല്പര്യമില്ല, ഇതിൽ വരണം എന്നുള്ളൊരു താല്പര്യമില്ല. ഇനി അവരോട് പറഞ്ഞ് ഇന്ന കാര്യങ്ങളുണ്ട്, ഇത്രയും രൂപയൊക്കെ കിട്ടും, ഈ ലക്ഷങ്ങളൊക്കെ കിട്ടും, ഈ ലക്ഷങ്ങളൊക്കെ മേടിക്കുന്നവരെ അതാത് ജില്ലാ മീറ്റിങ്ങിലൊക്കെ വെച്ചൊന്ന് അവർ കണ്ടിരുന്നെങ്കിൽ അവരൊന്ന് ഊർജ്ജസ്വലരായനെ. പക്ഷെ ഒന്ന് മീറ്റിങ്ങിന് നമുക്ക് വന്ന് കിട്ടണ്ടേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ പിടിച്ചു വെച്ചുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഒറ്റയാൾ പട്ടാളം പോലെ അവിടെ ഇല്ല, പാലക്കാടും ഇല്ല, കോഴിക്കോടും ഇല്ല എന്നുള്ളത്. പക്ഷെ സത്യസാർ എന്നോട് എപ്പോഴും പറയും, ടീച്ചർ വിഷമിക്കുന്നുമില്ല, ടീച്ചർക്ക് എത്ര പേരുണ്ട്, ഒരു 10-40ഓളം എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ സ്കൂളിലുള്ളവർ തന്നെ 5-6 ടീച്ചേഴ്സ് മേടിച്ചിട്ടുണ്ട്. ശരിക്കും അവര് മതി, കാരണം അത്രയും സ്റ്റാഫുള്ള ഒരു സ്കൂളാണ് ഞങ്ങളുടെ സ്കൂള്. അപ്പൊ അവര് തന്നെ മതി. ഇപ്പൊ റിട്ടയർ ആയവരാണ് മേടിച്ചിട്ടുള്ളതെങ്കിൽ അവര് തന്നെ മതിയായിരുന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഞാൻ ചെന്ന് പറയുമ്പോ പറയും, ഓ ടീച്ചർ ഇനിയും നടക്കുകയാണ്, ഇത് എന്താ പറയാ സമ്പാദിക്കുന്നതിന് വേണ്ടി ആരുമില്ല, ആകെ വീട്ടിലൊരു മോനേ ഉള്ളൂ, എന്നിട്ട് ഇനിയും സമ്പാദിക്കാൻ വേണ്ടി നടക്കാൻ ഒരുപാട് പേരുടെ വായിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഞാൻ ഇവിടുന്ന് മണാശ്ശേരിയിലേക്ക് ഒരു വർക്കിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ മെയിൻ റോഡിലേക്ക് എത്തുന്ന സമയത്ത് എന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരാളെ കണ്ടു. അപ്പൊ എന്നോട് ടീച്ചർ ഇവിടെ പോവാണ്. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വർക്ക് ഉണ്ട്, ഇതേ കണ്ടില്ലേ, എന്റെ കയ്യിൽ കിട്ടിയത് കാണിച്ചു, കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, അപ്പൊ ഇതിന്റെ ഒരു വർക്ക് ഉണ്ട് എനിക്ക് ചെയ്യാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചർക്ക് മിണ്ടാതിരുന്നൂടെ, ഇത്രയും പ്രായമായിട്ട് ഇതിനൊക്കെ വേണ്ടി നടക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, ഞങ്ങളുടെ പുരാണങ്ങളിലെ, ഹിന്ദു പുരാണങ്ങളിലെ ഈ ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അന്നദാനം, ഗോദാനം,
പണം കൊണ്ടുള്ള ദാനം, വസ്ത്രദാനം എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത്. ഈ ദാനങ്ങളിൽ നമ്മൾ ആർക്ക് എന്ത് കൊടുത്താലും ഏറ്റവും തൃപ്തിപ്പെടുന്ന ഒരു ദാനം എന്താന്ന് വെച്ചാല് അത് അന്നദാനാണ്. കാരണം എന്താന്ന് വെച്ചാൽ അന്നദാനം നമുക്കത് വയറുമുട്ടെ തിന്നാനല്ലേ വെക്കൂ. പിന്നെ തിന്നു കഴിഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഏക ഒരു കാര്യം എന്താണ്? മതി, എനിക്ക് മതി എന്ന് പറയും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തി വരില്ല. എങ്ങനെയായാലും എനിക്ക് വേണം, എനിക്ക് വേണം. തൂമ്പ പറയുന്നില്ലേ, കൈക്കോട്ട് പറയുന്നില്ലേ, തൂമ്പയെല്ലാം ഇങ്ങോട്ടും എന്നാണ് പറയുന്നത്. അതേപോലുള്ള അവസ്ഥയാണ് മനുഷ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാശ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാറ്റി വയ്ക്കൂ. അപ്പം ഈ ദാനം കിട്ടുന്ന കാശ് തന്നെ പറയാം, നമുക്കൊരു ദാനമായിട്ട് തന്നെയാണ് ബയോട്ടോറിയത്തിലെ പിന്നെ സാഗർ ജോഷി സാർ നമുക്ക് തരുന്നത് അല്ലേ. ഞാൻ അങ്ങനെയാണ് ധരിക്കുന്നത് കേട്ടോ, ദാനം. കാരണം നമ്മളിത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ദാനമായിട്ട് തന്നെയാണ് തരുന്നത്. ആ ദാനം സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്? എനിക്കൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതുപോലെ കാശ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കില്ലേന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടല്ല, പിന്നെ ഞാനിത് മറ്റുള്ളവരുടെ വേദനകൾ ഒക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, കാശൊന്നും മേടിക്കാണ്ട് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റുകൾ പലർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, അല്ലാതെ ഇത് സമ്പാദിക്കുന്നതിനോ എനിക്ക് ഇത്ര കോടീശ്വരനാവണോ എന്ന് വിചാരിച്ചിട്ടൊന്നും വേണ്ടിയല്ല. അങ്ങനെ അവരോട് അങ്ങനെ വർത്താനം, ടീച്ചറെ ഞാൻ ടീച്ചറെ നമിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോയി. അപ്പൊ ഇതാണ് എന്റെ അവസ്ഥ. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് എന്റെ അവസ്ഥ ഇതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനിയൊരു ഒരു ടീം എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ സത്യ സാറിന്റെ കെയർ ഓഫിലാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ധൈര്യത്തിലാണ്. ബിജു സാറും ഉണ്ട് പുറകില്. ബിജു സാറ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കണം. എനിക്ക് പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കാരണം 2 പേരക്കുട്ടികളെ എനിക്ക് നോക്കാനുണ്ട്. വീട്ടിൽ വേറെ ആരുമില്ല. 2 പേര് എന്റെ മകനും വരുമ്പോഴും പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഞാനാണ്. പണ്ടൊന്നും ഞാൻ തീരെ ഇറങ്ങാറില്ല, ഒരു മീറ്റിങ്ങിനും വരാറില്ല. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ പറയും, എനിക്ക് പോവാതിരിക്കാൻ നിവൃത്തിയില്ല മോളെ. കാരണം അവര് എന്നെ വഴക്ക് പറയും. അപ്പൊ എനിക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല, എങ്ങനെയായാലും എനിക്ക് പോകണം. നീ ഒരു ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞാൽ മോളെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പുറത്തിറങ്ങുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരും അത് എടുക്കാറുണ്ട്, പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്തവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഇപ്പം കുറേശ്ശെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഏത് നേരത്തും ഇതിങ്ങനെ കൈമ കിട്ടും കഴിഞ്ഞാൽ സ്റ്റാറ്റസ് നന്നായിട്ട് ഇടാറുണ്ട്. ഇതിനെക്കുറിച്ച് തന്നെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ട് ഒരു ടീച്ചർ എന്നെ, പാലക്കാട് നിന്നുള്ള ഒരു ടീച്ചർ എന്നെ വിളിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, ടീച്ചർ ഇതെന്താണ്? ടീച്ചർ എന്നും ഇതിനെ കുറിച്ച് സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ ഇതിനെ കുറിച്ചെല്ലാം വിശദീകരിച്ചു കൊടുത്ത്. അപ്പൊ എന്നോട് പറഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ആ പുള്ളിക്ക് ക്യാൻസർ, യൂട്രസിന് ക്യാൻസർ ആയിരുന്നു, യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്തതാണ്. അപ്പോ എന്നോട് പറഞ്ഞു എനിക്കൊരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അവര് 100 കിലോ ഉണ്ട്, വെയിറ്റ് 100 കിലോയാണ്. അപ്പൊ ഇത് വാങ്ങിച്ച് അപ്പൊ ഞാൻ കുമാർ സാറിനോട് പറഞ്ഞു, സാറ് കുമാർ ഒരെണ്ണം അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ടോന്ന് പറഞ്ഞാൽ അവർ കൊണ്ടു കൊടുത്ത് അവർക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ 1 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ. വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നപ്പോ അതിലെനിക്ക് നല്ലൊരു, നല്ല വെയിറ്റ് ആയിരുന്നു. വെയിറ്റ് ഒക്കെ ഒന്ന് ഒതുങ്ങി ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നല്ലോണം വെയിറ്റ് പറഞ്ഞല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചത് എങ്ങനെയുണ്ട് ടീച്ചറെ എന്നെ കണ്ടിട്ടെന്ന് ചോദിച്ചു. പലരും എന്നെ കണ്ടിട്ട് പറയുന്നത്, എന്താ ടീച്ചറെ റിട്ടയറായി കഴിഞ്ഞിട്ടാണോ സുന്ദരിയായി മാറുന്നത് എന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞാല് താൻ വിചാരിക്കും എങ്ങനെയാണ് എന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് താനിങ്ങനെ മെലിഞ്ഞിട്ട്, അല്ലെങ്കിൽ മെലിഞ്ഞതല്ല ഈ ഇത്രയും സ്ലിം ഇതാവുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മറ്റുള്ളവരടുത്തും ചോദിച്ചു നോക്കും. അങ്ങനെ ഒരു കല്യാണത്തിന് കല്യാണത്തിന് പോയപ്പോ അവിടെ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നു, ലതിക ടീച്ചർ ഇപ്പൊ നല്ലോണം വെയിറ്റ് ഒക്കെ പറഞ്ഞൊരു സുന്ദരിയായിട്ടുണ്ടല്ലേ. അപ്പൊ അന്നെടുത്ത ഫോട്ടോയും എനിക്ക് അയച്ചു തന്നു. അപ്പൊ അവിടെ നല്ല വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ പ്രൊഡക്റ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരിക്കല് ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ സത്സംഗത്തിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരം യാത്ര പോയി. 4 ദിവസത്തെ പരിപാടിയായിരുന്നു. തിരുവനന്തപുരം യാത്ര പോയി. ഞാനിത് കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ജനശതാബ്ദിയുടെ ഒരു ബോഗി നിറയെ ഞങ്ങൾ തന്നെയാണ്. ഇത്രയും പേരുണ്ടായിരുന്നു, 142 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് പോയ സമയത്ത് ഞാനിത് കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്നും ഇതുപോലെ ഇതെന്താ കയ്യിൽ കെട്ടിയതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അവിടെ ട്രെയിൻ വെച്ച് തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് ഞങ്ങളൊക്കെ തിരിച്ച് 4 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ ഒരു ടീച്ചർ, മണാശ്ശേരിയിലുള്ള ഒരു ടീച്ചറെ എന്നെ വിളിച്ചു. ടീച്ചറെ എന്റെ അമ്മയ്ക്ക് ഇതുപോലെ കിടപ്പാണ്, അപ്പം
നീരൊക്കെ വന്ന് നല്ല ഭയങ്കര വണ്ണാണ്. അതിനെ പിന്നെ ഹോസ്പിറ്റലിൽ എടുത്തു വെക്കുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. അവര് അയ്യോ അമ്മയെന്ന് പറഞ്ഞല്ലേ വിളിക്കും. ആ അവസരം ഞാനിതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, എനിക്കൊരെണ്ണം കൊണ്ടുവരാമോന്ന് ചോദിച്ചു. ഞാനും സത്യം സാറും കൂടി അവിടെ കൊണ്ടുകൊടുത്തു. അവരത് ഉപയോഗിക്കാൻ തുടങ്ങി. അവരിപ്പം എന്നെ കാണുമ്പോഴത്തേക്കേ പറയും നല്ല സുഖമുണ്ട് ടീച്ചറെ. അങ്ങനെ അവര് തന്നെ വീണ്ടും അവരുടെ അമ്മയുടെ അനിയത്തിക്ക് വേണ്ടി വീണ്ടും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അപ്പൊ അത് അവര് ഫാമിലി പാക്കിന് എടുത്തപ്പോ അവര് ഭാര്യയും ഭർത്താവും ഉപയോഗിക്കുന്നു. അവിടെ തന്നെ അവരത് ഉപയോഗിക്കുന്നുണ്ട്. അവര് ഫാമിലിയിൽ തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഇറങ്ങി നടന്നിട്ട് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് എനിക്കൊരു ബോധ്യം വന്നു തുടങ്ങി. ഇപ്പൊ ഞാനും ശോഭന മേഡം സത്യം സാറും എല്ലാം കൂടെ കഴിയുന്നതും ഇതിലേക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് നിന്നിട്ട് എനിക്കെന്താ മറ്റുള്ളവരുടെ ഒരുപാട് പേരായിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരം. ഞാനിപ്പോ ഇതിനകത്ത് അനങ്ങാതോടെ ഇരുന്നെങ്കിൽ എനിക്ക് സാഗർ ജോഷി സാറിനെ കാണാൻ പറ്റില്ല, സേവ്യർ സാറിനെ കാണാൻ പറ്റില്ല, ഷാഫി സാറിനെ കാണാൻ പറ്റില്ല, സബാസി സാറിനെ കാണാൻ പറ്റില്ല, ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ ഒരു ഭാഗ്യമാണ്. പിന്നെ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. സത്യൻ സാർ, ബാബിത മേഡം, ശോഭന മേഡം പിന്നെ എന്റെ നേരത്തെയുള്ള ഫ്രണ്ട് തന്നെയാണ്, ശാരദ മേഡം, അങ്ങനെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ഇതൊക്കെ ഇതിൽ നിന്നുള്ള ഒരു നല്ലൊരു നേട്ടം തന്നെയാണ്. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കൊന്ന് ഫ്ലൈറ്റിൽ കയറുന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എന്റെ കുടുംബക്കാരും പുറത്തില്ല, പോകാനുള്ള ഒരു സാഹചര്യവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഞാനിവിടെ കഴിഞ്ഞ ഒക്ടോബർ 4-നാണ് ഇങ്ങനെയൊരു ടൂറ് സംഘടിപ്പിക്കുന്നത്, അതായത് കമ്പനി വിസിറ്റ്. അപ്പൊ എന്റെ പേര് ആദ്യം സത്യസാർ എഴുതിയിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാണ്, ഞാൻ വരുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഫ്ലൈറ്റ് കയറണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ എന്തായാലും ഞങ്ങള് പോയി കമ്പനിയൊക്കെ വിസിറ്റ് ചെയ്തു. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അതിലൂടെ സാധിച്ചത്. അതിൽ എനിക്ക് എന്താ പറയാ അതിയായ സന്തോഷം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയുള്ള പല കാര്യങ്ങളും കമ്പനി വിസിറ്റ്, ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെല്ലാം ഞങ്ങൾ വിശദമായിട്ട് കണ്ടു. 2-3 ദിവസം അടിച്ചു പൊളിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. അതിലുള്ളവരൊക്കെ ആയിട്ട് എന്ത് നല്ല കോർപ്പറേഷൻ ആയിരുന്നു അറിയാമോ. പലരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ ഈ അവസരം തന്നിരിക്കുന്നത് ഈ ബയോട്ടോറിയം തന്നെ. അപ്പൊ അതിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഈ അവസ്ഥ. ഈ ടീമില്ല എന്ന് പറഞ്ഞാൽ എന്നെ സത്യസാർ വഴക്ക് പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ടീമില്ലേ? പക്ഷെ ടീമുണ്ട്, കാര്യം ശരി തന്നെ. പക്ഷെ അത് വർക്കൗട്ട് ആവുന്നില്ല. ആ വർക്കൗട്ട് ആവുന്നില്ല എന്ന് ഇപ്പൊ സബാസ് സാർ കേട്ടാൽ സാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലപോലെ കിട്ടും, അത് ശരിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ അവസരം നമുക്ക് മുതലാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കിപ്പോ ഏകദേശം 1 ലക്ഷത്തോട് അടുക്കാറായി, 2 വർഷം ആവാറായി. എന്നിട്ട് 1 ലക്ഷത്തോട് അടുക്കുന്നേ ഉള്ളൂ, എടുക്കാറായിട്ടാണ്, അതിന്റെ അടുത്തെത്തി തുടങ്ങി. ഇത് കേട്ടാൽ തന്നെ എല്ലാവരും എന്നെ വഴക്ക് പറയും. കാരണം ഈ 2 വർഷമൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ട് എന്നോട് ഷംന മേഡം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊന്നും ആയാൽ പോരാ, ഒരു 3-4 ലക്ഷത്തിലേക്കൊക്കെ എത്തേണ്ട സമയമായി. പക്ഷെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പുതുക്കോടൊക്കെ അവരും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ആരും അങ്ങോട്ട് എത്തിച്ചേരുന്നില്ല, അതാണ് എന്റെ അവസ്ഥ. പിന്നെ കൊടുത്തിരിക്കുന്നവരിലൊക്കെ നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എന്റെ ചേച്ചിയുടെ മരുമോള് തന്നെ ഉണ്ട്, മൈഗ്രെയിൻ ആയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കും സ്ട്രോങ്ങിലാണ് വരിക മൈഗ്രെയിൻ. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നല്ല കുറവുണ്ട്. പിന്നെ അതുപോലെ എന്റെ മരുമോളുടെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് ഒരു ഡ്രൈവറായിരുന്നു. ഡ്രൈവറിന് കൈ ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. അപ്പം കുറെ നാള് ഡ്രൈവിംഗ് ഒക്കെ നിർത്തിവെച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞു ആദ്യമൊക്കെ പുച്ഛിക്കുന്നവരാണ് ഇവരെല്ലാവരും കേട്ടോ. ഞാനിപ്പോ പറയുന്ന ആൾക്കാരെല്ലാവരും ഇതിനെ കുറിച്ച് പുച്ഛിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഇപ്പൊ അവരെന്ത് എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് തിരിച്ച് എന്നോട് പറഞ്ഞിട്ട് സാധനം കൊണ്ട് മേടിപ്പിച്ചതാണ്. ഇപ്പൊ കൈവേദനകളൊക്കെ കുറഞ്ഞ് വിറയലൊക്കെ കുറഞ്ഞ് ഇപ്പൊ അവർ രണ്ടാമതും വണ്ടി ഓടിക്കാൻ. പിന്നെ അതുപോലെ വേറൊരു സ്ത്രീ, എന്റെ വീടിന് തൊട്ട് തന്നെയാണ് ഒരു സ്ത്രീ, അവരുടെ അവിടെ ഈ പ്രൊഡക്റ്റ് ആയിട്ട് വേറെ ആരോ ചെന്നിരുന്നു. നമ്മുടെ ഗ്രൂപ്പൊന്നുമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പൊന്നുമല്ല, വേറെ ആരോ ചെന്നുണ്ടാക്കി. ആ ചെന്ന സമയത്ത് അവര് ഈ റിസ്റ്റ് ബാൻഡ് അവരുടെ കയ്യിൽ കിട്ടും. അവർക്ക് ഇങ്ങനെ കൈ പറയലാണ്, വിറച്ചുകൊണ്ടേയിരിക്കും. ഒരു സാധനം എടുക്കാൻ പറ്റില്ല, ഗ്ലാസ് പിടിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കും. ആ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്ന സമയത്താണ് ഇവര് വന്ന് എന്ത് ചെയ്തു, ഇവര് ഡെമോ കാണിച്ചു കൊടുത്ത് ഈ റിസ്റ്റ് ബാൻഡ് അവരുടെ കയ്യിൽ കെട്ടിക്കൊടുത്ത സമയത്ത് അവർക്ക് നല്ല ഈ വിറയിൽ നല്ല കുറവുണ്ടായിരുന്നു. പക്ഷെ പാവങ്ങളാണ്, ഇത് മേടിക്കാനൊന്നും ഒരു കഴിവൊന്നുമില്ല. എന്തെങ്കിലും പണയം വെച്ച് മേടിക്കാന്ന് വെച്ചാൽ അവരുടെ പാല് കാച്ച് കഴിഞ്ഞതേ ഉള്ളൂ. സ്വർണ്ണം എല്ലാം ഉള്ളതൊക്കെ പണയത്തിലാണ്, കൂലിപ്പണിക്കാരാണ്.
അപ്പോഴാണ് അവിടുത്തെ ആ വീട്ടിലെ ആള് എന്റെ തൊട്ടടുത്ത വീട്ടില് ജോലിക്ക് ചെന്നു. അപ്പം ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അവരോട് പറയാണ് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എന്റെ ഭാര്യയ്ക്ക് അത് കെട്ടിയപ്പോ നല്ല കുറവുണ്ട്, കൈവറയിലൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് കേട്ടപ്പോ ആ വീട്ടിലെ സ്ത്രീ പറഞ്ഞു, ഇത് തന്നെയാണല്ലോ ടീച്ചറും ഉപയോഗിക്കുന്നത്, ടീച്ചറിന്റെ കയ്യിലുണ്ടത്, അപ്പൊ ടീച്ചറോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരത് തന്നത്, കെട്ടിത്തന്ന് ക്ലാസ് ഒക്കെ എടുത്തു തന്നത് ആരാ? അത് ഞങ്ങൾക്ക് അറിയില്ല, എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്ക് താരാന്നോ ഇതിനെ കണ്ടൊരു പേര് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ്, ടീച്ചറെ എനിക്ക് ഒരു പ്രൊഡക്റ്റ് തരുമോ, ഞാൻ കുറേശ്ശെയായിട്ടെങ്കിലും പൈസ തരാം എന്ന് പറഞ്ഞു. ഞാൻ വേഗം പ്രൊഡക്റ്റ് സത്യൻ സാറിനോട് പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തരുന്ന സത്യൻ സാറാണ് കേട്ടോ. സാറാണ് എന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. സാറില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാന്ന് തന്നെ പറയാം. എനിക്ക് നല്ല ധൈര്യം ഉണ്ട് അങ്ങനെ പറയുന്നതിന്, എനിക്ക് അഭിമാനമുണ്ട്. കാരണം പുള്ളിയുടെ ഒറ്റ എഫർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തിയത്. അങ്ങനെ പുള്ളി എനിക്ക് വീട്ടിൽ പ്രൊഡക്റ്റ് കൊണ്ടു തന്നു, ഞാൻ അവർക്ക് കൊണ്ടു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് ഉപയോഗിക്കുക, പൈസയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി, അവരുടെ കൈവറയിലൊക്കെ മാറി. അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേശ്ശെ തന്ന് പൈസ എല്ലാം തീർത്തു, എല്ലാം തന്നു. അപ്പൊ അവരിത് ഉപയോഗിച്ചിട്ട് അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോ ഞാൻ കാണാറുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഞാൻ പറഞ്ഞു, ഉപയോഗിക്കാറുണ്ട്, തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, എന്റെ വിറയിലൊക്കെ മാറി ടീച്ചറെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5-8 മാസം പിന്നെ ഞാൻ അവരെ കാണാറുമില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഉപയോഗിക്കണം, നിങ്ങൾ ഇല്ലെങ്കിൽ ഇത് വിഷമാണെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കണം കേട്ടോ, നിങ്ങളെ അസുഖം മാറുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കണം, എന്ന് വെള്ളം കുടിക്കണം, കൈമ കെട്ടണം പകൽ സമയത്ത്. പക്ഷെ അവരുടെ ചുറ്റുപാടിനുള്ളവർ ഇവർ ഈ കൈമ കെട്ടിക്കൊണ്ട് നടക്കുന്ന അവരെ കളിയാക്കലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങളുടെ വിറയൊരു എന്തായാലും മാറിയില്ലേ, അതുകൊണ്ട് അപ്പൊ കാര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൈമ കെട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ വിഷുവിന് ഇവര് അറ്റാക്കായിട്ട് ഈ സ്ത്രീ. ഞാനും എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തന്നെ ഒരു പേടിയായി. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ സാധനം കൊടുത്തിട്ടില്ല ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് പറയില്ല. അപ്പൊ ശോഭനയോട് പറഞ്ഞു, ടീച്ചറെ നമ്മളെങ്ങനെ അങ്ങോട്ട് പോവുക? ഈ സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. കാരണം ഇത് കെട്ടിയിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെന്ന് വിചാരിച്ചിട്ട്. പിന്നീടാണ് ഞാൻ ആ വീട്ടിലെ ആ കുടുംബനാഥൻ എന്റെ വീട്ടിൽ ജോലിക്ക് വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്താണ് സംഭവിച്ചത്? അവളത് കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവരൊരു മൂളക്കിട്ടു. ആ മൂലയ്ക്ക് എടുത്ത് വെച്ചിട്ടാണ് അവരത് കെട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കാണുമ്പോഴൊക്കെ അവർ കെട്ടുന്നുണ്ട്, ഇത് വെള്ളം കുടിക്കുന്നുണ്ട് എന്നൊക്കെയാണല്ലോ പറയാനുള്ളത്. ടീച്ചർക്കുണ്ടോ? ടീച്ചറോടായതുകൊണ്ട് ടീച്ചറോട് വെറുതെ നോണ പറയാണ്, അവരത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി, അവരത് ഉപയോഗിച്ചിരുന്നെങ്കിൽ, മരണത്തെ ഇപ്പൊ ആർക്കും തടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ശരി തന്നെ, പക്ഷെ എന്നാലും അവരത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ പല റിസൾട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും ഇപ്പം മേടിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത്. അങ്ങനെ ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ സത്യൻ സാറുണ്ട്, ബാബിത മേഡം ഉണ്ട്, പിന്നെ ഷംന മേഡം പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് മീറ്റിംഗ് വെക്കുന്ന സമയത്ത് എപ്പോ വേണേലും പറഞ്ഞു, ടീച്ചർ ഞാൻ വരാം. ടീച്ചർ മേഡം അത്രയും ഒരു എന്താ പറയാ, ഒരു കുഗ്രാമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എത്തിപ്പെടാൻ സ്ഥലമാണ്. അവിടെ നേരിട്ട് പോകാം, ബസ്സിനോ ട്രെയിനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ പുള്ളി കാറെടുത്ത് അവിടെ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നെ വലിയൊരു കാര്യം തന്നെ. അപ്പൊ ഞങ്ങളിത് ഇവിടെ ഇന്നലെ അവിടെ മീറ്റിംഗ് വെക്കാൻ പോവാണ് എന്നുള്ള കാര്യം ഇന്നലെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്തായാലും ആകെ പുള്ളിട്ടാൻ തന്നെ ഞാനും മുന്നിട്ട് ഇറങ്ങാൻ തന്നെ പോവാണ്. എനിക്ക് കോടികളൊന്നും വേണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, കാരണം ഇതിൽ നിന്നാൽ ഇങ്ങനെ വരുമാനം കിട്ടും എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നല്ലപോലെ ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളെ എനിക്ക് പറയാൻ. ഇനി എന്റെ ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട് കോഴിക്കോട് പറയാ ജയകുമാർ സാറിന്റെ പാലക്കാട് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. മേഡത്തെ അവരുടെ ഭാര്യയാണ് ഗിരിജ മേഡം. മേഡത്തെ ഇതിനകത്തേക്ക് അനുഭവം പറയുന്നതിന് വേണ്ടിയിട്ട് വിളിക്കുന്നു.